ഇപ്പോൾ ഈ എഴുതിയേക്കുന്നത് എല്ലാരും വായിക്കണം കേട്ടോ. വീട്ടിലേക്ക് പോകുമ്പോൾ ജെന്നിയുടെ നെഞ്ച് പടപടാന്ന് മിടിക്കുന്നുണ്ട്. അലക്സി എന്താകും വീട്ടിൽ പറഞ്ഞിട്ടുണ്ടാവുക? അതാണ് അവളുടെ ടെൻഷന്റെ കാരണം. പൂക്കളെ താലോലിച്ചുകൊണ്ടിരിക്കുന്ന സാറയെ കണ്ടതും അവൾക്ക് ഒരാശ്വാസമൊക്കെ തോന്നി. പ്രോബ്ലം ഒന്നുമില്ല, ഉണ്ടായിരുന്നെങ്കിൽ മമ്മി ഇവിടെ ഇങ്ങനെ കൂളായി ഇരിക്കില്ല. ഇതിപ്പോ ആ ജെന്നി, നീ പെട്ടോ രക്ഷപ്പെട്ടോ എന്നറിയാൻ ധൈര്യപൂർവ്വം മുന്നോട്ട് ചെല്ലൂ. മമ്മിക്കുട്ടി, എന്താടാ മുഖത്തൊരു വാട്ടം? അവളെ നോക്കി വെപ്രാളത്തോടെ സാറ എണീറ്റു. ഒന്നുമില്ല എൻ്റെ സാറ കൊച്ചേ, ഒടുക്കത്തെ ചൂടല്ലേ, അതാവും. അതല്ലടാ, എന്നും നീ ഇങ്ങനെ തന്നെയല്ലേ പോവുക? പക്ഷെ ഇന്ന് എന്തോ മുഖത്തൊക്കെ ആകെ ഒരു ക്ഷീണം പോലെ. ഓ പിന്നെ അത് വിട്, നമ്മുടെ ഗസ്റ്റൊക്കെ പോയോ? അലക്സിയെക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷയോടെ അവൾ ചോദിച്ചു. ആ മോളെ, പപ്പ അവരുടെ ഒപ്പം ഇറങ്ങിയതേ ഉള്ളൂ. കോളേജിൽ നിന്നും വന്നിട്ട് അലക്സി സഖിയോട് എന്തൊക്കെയോ പറഞ്ഞു. എന്താണെന്ന് കേട്ടില്ല. പക്ഷെ കുറച്ചു കഴിഞ്ഞ് സഖി പപ്പയോട് പറഞ്ഞു, മോൾക്ക് കുറച്ച് ടൈം കൂടി കൊടുക്കാം, ധൃതി പിടിച്ച് ഒന്നും ചെയ്യണ്ടെന്ന്. അതെന്ത് പറച്ചില്ല, അതും ഇപ്പോ? അലക്സി ഒപ്പം വന്നപ്പോ എന്തെങ്കിലും പറഞ്ഞ് നീ അവനെ വിരട്ടിയോന്നാ എന്റെ സംശയം. സാർ അവളെ സൂക്ഷിച്ചു നോക്കി. ദേ മമ്മി, അല്ലാതെ അവൻ പിന്നെ എന്താ അങ്ങനെ? ആർക്കറിയാം, മമ്മി വന്നേ. എന്തായാലും എനിക്കിപ്പോൾ കല്യാണം കഴിക്കാൻ യാതൊരു പ്ലാനും ഉണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങളുടെ സന്തോഷം കണ്ടപ്പോൾ ഒന്നും പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ഓ, അപ്പം നീ ഉറപ്പിച്ചു, നീ എന്തോ ഒപ്പിച്ചു, പറഞ്ഞോ മര്യാദയ്ക്ക്? സാറ കണ്ണുരുട്ടി. എൻ്റെ മമ്മി, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. വേണമെങ്കിൽ അലക്സ് ചായനെ വിളിച്ച് ചോദിച്ചോ. അലക്സി പറഞ്ഞു നിനക്കവനെ ഇഷ്ടമല്ല എന്ന് നീ പറഞ്ഞെന്ന്. സാറ ഉറക്കെ പറഞ്ഞു. ഹേ, ഞെട്ടിപ്പോയി ജെന്നി. അത് കണ്ട് സാറ പൊട്ടിച്ചിരിച്ചു. പേടിച്ചു പോയോ എൻ്റെ കാന്താരി? വാടാ. ജെന്നിയുടെ തോളിൽ കൈയിട്ട് നടന്നുകൊണ്ട് സാറ പറഞ്ഞു. മോളെ, 3 മാസത്തിനു മുൻപ് അലക്സി ലണ്ടൻ പോകാൻ തയ്യാറായതാ, ബിസിനസ് ആവശ്യത്തിന് വേണ്ടി. ഇന്ന് രാവിലെ മെയിൽ വന്നിരിക്കുന്നു, ഉടനെ അവിടേക്ക് ചെല്ലാൻ. എങ്ങനെയായാലും പോയിട്ട് വരാൻ 1.5 വർഷം പിടിക്കും. നാളെ രാവിലെ പോവുകയും വേണം. പേപ്പേഴ്സൊക്കെ റെഡിയാണ്. പപ്പ അവനെ യാത്രയാക്കിയിട്ടേ തിരികെ വരൂ. ഇന്നിപ്പോ പപ്പയുടെ തറവാട്ടിൽ കൂടാനാണ് തീരുമാനം. ഇന്ന് തന്നെ മിന്നുകെട്ടി നിന്നെ അവൻ്റെ ഒപ്പം വിടാൻ നിവർത്തിയില്ലല്ലോ മോളെ. അതുകൊണ്ട് അലക്സി പോയി വന്നാൽ ഉടൻ നടത്താമെന്ന് തീരുമാനിച്ചു. സഖിക്കും അതാണ് താല്പര്യം. നിനക്ക് വിഷമമാകുമോ എന്നാണ് പപ്പയുടെ ടെൻഷൻ. വെറുതെ നിന്നെ മോഹിപ്പിച്ചിട്ട്. അയ്യ, ജെന്നിയുടെ ഹൃദയം ഒന്ന് തണുത്തു. എൻ്റെ മമ്മി, എനിക്കൊരു പ്രോബ്ലവും ഇല്ല. അലക്സി ചായൻ ലണ്ടനൊക്കെ പോയി ചുറ്റി അടിച്ച് ബിസിനസ്സൊക്കെ വളർത്തി മിടുമിടുക്കനായി അവിടുന്ന് ഒരു മദാമയെയും നാ വിളിക്ക്. അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഇച്ചായൻ പോയിട്ട് വരട്ടെന്ന്. ഈ മമ്മി വെറുതെ. ജെന്നി സാറയുടെ കവളിൽ നുള്ളിക്കൊണ്ട് ചിരിയോടെ സ്റ്റെപ്പുകൾ ഓടിക്കയറി. ഈ പെണ്ണിന് വിഷമമൊന്നുമില്ലേ? ഇതിപ്പോ ഇവൾക്ക് വിഷമമാണെന്നോർത്ത് ഞങ്ങൾക്കാണല്ലോ വിഷമം. ഇങ്ങനെ ഒരു പെണ്ണ്. പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല എന്ന ചൊല്ല് എൻ്റെ ജെന്നിക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു. ചെറു ചിരിയോടെ സാറ ഓർത്തു. ഡാൻസും ചെയ്ത് റൂമിലേക്ക് വന്ന ജെന്നി ബെഡിലേക്ക് ബാഗ് വീശി എറിഞ്ഞുകൊണ്ട് പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു. ദേവന്റെ നമ്പർ ഡയൽ ചെയ്തുകൊണ്ട് അവൾ കട്ടിലേക്ക് മലർന്നു. അറ്റൻഡ് ആയതും അവൾ കൊഞ്ചി. മൈ ഡിയർ ദേവേട്ടാ, പ്രോബ്ലം സോൾവ്. നമ്മുടെ കഥയിലെ വില്ലൻ എന്ന് പ്രതീക്ഷിച്ച പാവം അലക്സി ചായൻ നമുക്ക് വേണ്ടി നാളെ കാലത്ത് ലണ്ടനിലേക്ക് പറക്കുന്നു. ആർക്ക് വേണ്ടി? ഈ ജെന്നിക്കൊച്ചിന് വേണ്ടി. കേട്ടോ? കേട്ടോന്ന്? ഓവേ,
കേട്ട് കേട്ട്. നീ ആരാ മോൾ? എന്തായാലും അത് കഴിഞ്ഞല്ലോ, അത്രയും സമാധാനം. ഇനി എൻ്റെ വില്ലത്തിയെ ഒഴിവാക്കുന്ന ചടങ്ങാണ് അടുത്തത്. അതൊരു ഊരാക്കുടുക്കാണെന്ന് 100% ഉറപ്പാ. നെക്സ്റ്റ് മിഷൻ അഭിനയ എന്ന അഭിനേത്രിയെ ഒതുക്കുക എന്നതാണ്. അതെനിക്ക് വിട്ടേക്ക് ദേവേട്ട. അന്നൊന്ന് കുളിപ്പിച്ചു വിട്ടതുപോലെ ഇനിയും എൻ്റെ കയ്യിൽ കിട്ടും. എന്താ പറഞ്ഞേ? അയ്യോ, ജെന്നി നാവ് കടിച്ചു. എടി കാന്താരി, നീ ഇപ്പൊ എന്താ പറഞ്ഞത്? ഒന്നുകൂടി പറഞ്ഞേ. അത് അന്ന് അവൾ സംഭവം ചുരുക്കി പറഞ്ഞു. ദേവന്റെ നിർത്താതെയുള്ള ചിരി കേട്ടതും ജെന്നിക്കും ചിരി വന്നു. രണ്ടുപേരും കുറേ സമയം ചിരിച്ചു. അപ്പൊ എൻ്റെ കൊച്ചിന്റെ മനസ്സിൽ അന്നേ ഞാനുണ്ട് അല്ലേടാ? അതല്ലേ ചുമ്മാ ആ കുട്ടിയോടൊരു കുശുമ്പ്? അതിപ്പോ ചിലപ്പോ ഉണ്ടായിരുന്നിരിക്കാം. ജെന്നി പില്ലോ എടുത്ത് നെഞ്ചിൽ വെച്ച് കമിഴ്ന്നു കിടന്നു. പിന്നെ എനിക്ക് ആ കാട്ടുപെണ്ണിനെയും അത്രയങ്ങ് പിടിച്ചില്ല. അതെനിക്കന്നേ മനസ്സിലായി. പക്ഷേ അഭി കുളിച്ചതിന് പിന്നിലെ നിന്റെ വെളുത്ത കരങ്ങളാണെന്ന് ഞാൻ അറിഞ്ഞില്ല മോളെ. അന്നെനിക്ക് ദേവേട്ടനോടും ദേഷ്യം തോന്നി. ഞാനെന്ത് ചെയ്തിട്ടാ? അത് പിന്നെ ആ പെണ്ണിനെ നോക്കാൻ പാകത്തിൽ ഇരുന്നു കൊടുത്തിട്ട്. അതൊന്ന് നീ കണ്ടതല്ലേ? എന്റെ ഓപ്പോസിറ്റ് അഭിയല്ലേ വന്നിരുന്നേ? ഒരു കബി ഷർട്ട് ബട്ടൺ മുഴുവൻ ഓപ്പൺ ചെയ്ത് സീൻ പിടിക്കാൻ ഇരുന്നു കൊടുത്തിട്ട് പറയുന്നത് കേട്ടില്ലേ? അപ്പൊ സീൻ പിടിച്ചത് മുഴുവൻ എന്റെ കൊച്ചാണ് അല്ലേ? ഷോ, ഞാൻ അറിഞ്ഞില്ലല്ലോടാ. നിനക്കെന്നെ വിളിച്ചൂടായിരുന്നോ പെണ്ണെ? എന്തിനാ വിളിച്ചിട്ട്? അന്ന് നമ്മൾ കീരിയും പാമ്പും അല്ലേ? ആര് പറഞ്ഞു? അന്നെൻ്റെ ഉള്ളിൽ നിറയെ 2 വെള്ളാരം കണ്ണുകളായിരുന്നു. ദേവന്റെ സ്വരം ആർദ്രമായി. ജെന്നിയുടെ കണ്ണുകൾ തിളങ്ങി. ജെന്നി, എനിക്ക് നിന്നെ കാണാൻ തോന്നുന്നു. എനിക്കും. നമ്മൾ എങ്ങനെയാ ദേവേട്ടാ പരസ്പരം ഇത്ര അടുത്തത്? ആദ്യം കണ്ടപ്പോ എങ്ങനായിരുന്നു നമ്മൾ? ഇപ്പോഴോ പരസ്പരം കാണാൻ കൊതിക്കുന്നു. അതാടാ പ്രണയത്തിന്റെ ശക്തി. അതേ ദേവേട്ടാ, ഞാനും അതിപ്പോ തിരിച്ചറിയുന്നു. നമ്മുടെ ബന്ധം അറിയുന്ന ഒരേ ഒരാൾ മനുവങ്കിളാണ്. നിന്നോടുള്ള എൻ്റെ ഫീലിങ്സ് ഞാൻ തുറന്നു പറയുന്നത് ആദ്യം അങ്കിളിനോടാ. ആരൊക്കെ എതിർത്താലും അങ്കിൾ നമുക്കൊപ്പം ഉണ്ടാകും. അങ്കിൾ പാവമാണ്. എനിക്ക്. അവൻ ഒന്ന് നിർത്തി. ദേവേട്ടന് അതുപോലൊരച്ഛനെയായിരുന്നു വേണ്ടത് അല്ലേ? ജെന്നി അത് പൂർത്തിയാക്കിയപ്പോൾ അവൻ അമ്പരന്നു. അതെങ്ങനെ മനസ്സിലായി? അന്ന് ഞാൻ ദേവേട്ടൻ്റെ അച്ഛനെയായിരുന്നു കൂടുതൽ ശ്രദ്ധിച്ചത്. കണ്ട സെക്കൻഡിൽ തന്നെ ആൾ എക്സ് മിലിറ്ററി കാറ്റഗറി ആണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അയ്യോ സത്യം, നമ്മുടെ ഇഷ്ടങ്ങൾക്ക് ഒരു വിലയും തരില്ല അച്ഛൻ. അത് ഞാൻ നേരിട്ട് കണ്ടല്ലോ. അമ്മയും അനിയത്തിയും പാവങ്ങളാണ്. 2 പോരുകൾ ഒഴിവായി. പിന്നെ അച്ഛൻ, അത് ഞാൻ കുപ്പിയിലാക്കും. അവിടെ എൻ്റെ കൊച്ചു തോറ്റുപോകും. നിന്റെ ഒരു വേലയും അച്ഛൻ്റെ അടുത്ത് ചിലവാകില്ല. നോക്കാൻ ദേവേട്ട, എന്ത് ചെയ്തിട്ടായാലും അച്ഛനെ ഞാൻ വശത്താക്കും. നടക്കാത്ത കാര്യം. നോക്കാന്നേ, ശ്രമിക്കുന്നതിൽ തെറ്റില്ലല്ലോ. ശരി, ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല, നടക്കട്ടെ. അവസാനം വെളുക്കാൻ തേച്ചത്. നെഗറ്റീവ് അടിക്കല്ലേ ദേവേട്ട. സോറി, ഞാനൊന്നും പറയുന്നില്ലേ. ദേവേട്ട, എനിക്ക് എനർജി അല്പം കുറഞ്ഞോ എന്നൊരു ഡൗട്ട്. അവൾ കള്ളച്ചിരിയോടെ പറഞ്ഞു. അതെ, കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അവനും അതേ നാണയത്തിൽ പറഞ്ഞു. എന്നാ പിന്നെ ചോദിക്കണോ? തന്നൂടെ? എന്നാ പിന്നെ ഇന്നാ പിടിച്ചോ. ശ്വാസം മുട്ടി ചത്തേനെ ഇപ്പോ. അവനും അവളും പൊട്ടിച്ചിരിച്ചു. കുളി കഴിഞ്ഞ പാറു വിളക്ക് കൊളുത്താനുള്ള ഒരുക്കങ്ങൾ ചെയ്തു. മോളെ, അവൾ തിരിഞ്ഞു. എന്താ ശ്രീയേട്ടാ? നാളെ മുതൽ ഞാൻ ഹരിയുടെ സ്റ്റാൻഡിൽ വണ്ടി ഓടിക്കാൻ പോവാ. അവളുടെ കണ്ണുകൾ വിടർന്നു. അതെയോ? നന്നായി, സന്തോഷമായി ശ്രീയേട്ടാ. ഇനി വേണം മോളെ നമുക്ക് ശരിക്കും അടിച്ചു പൊളിച്ച് ജീവിക്കാൻ. അമ്മേ,
ശ്രീയുടെ വിളി കേട്ട ദേവകിയമ്മ അടുക്കളയിൽ നിന്നും ഇറങ്ങി വന്നു. എന്താ അമ്മേ, കഴിഞ്ഞില്ലേ ഇതുവരെ? എപ്പോഴും അമ്മ അടുക്കളയിൽ തന്നെ ആണല്ലോ. ഈ പെണ്ണ് ഒന്നിനും സഹായിക്കില്ലേ? പാറുവിന്റെ ചെവിയിൽ പിടിച്ചവൻ ചോദിച്ചു. അവർ ചിരിച്ചു. അച്ഛൻ ഇത്തിരി കാപ്പി ചോദിച്ചു മോനെ, അതെടുക്കുക. ആ അമ്മേ, എനിക്ക് ഹരി കാറൊപ്പിച്ചു തന്നു. നാളെ മുതൽ ഓടാൻ പറഞ്ഞു സാറ്. നല്ല മനുഷ്യനാണമ്മേ. ഹരിയോടൊക്കെ എന്ത് സ്നേഹ. സാറിന്റെ ആവശ്യത്തിന് വിളിക്കുമ്പോൾ ചെല്ലണം. എന്തായാലും നന്നായി, ഒരു ജോലിയായല്ലോ. ആ അമ്മേ, രാത്രിയിൽ അത്താഴത്തിനൊന്നും ഉണ്ടാക്കണ്ട കേട്ടോ. ഞാൻ പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങി വരാം. അച്ഛന് മസാല ദോശ മതിയാകും അല്ലേ അമ്മേ? എടി പ്യാറു, നിനക്ക് പൊറോട്ടയും ബീഫും മതിയോ? അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എൻ്റെ ശ്രീയേട്ടൻ എന്ത് വാങ്ങി തന്നാലും എനിക്ക് സന്തോഷമാണ്. ഇനിയൊന്നും തന്നില്ലെങ്കിലും ഈ സ്നേഹം മാത്രം മതി. അയ്യേ, ഇവളെന്താ ഇങ്ങനെ? അവന്റെ കണ്ണ് നിറഞ്ഞെങ്കിലും അവൻ ചിരിയോടെ കളിയാക്കി. ദേവകിയമ്മ സാരി തുമ്പുകൊണ്ട് കണ്ണൊപ്പി. അപ്പോ ഞാൻ പോയിട്ട് വരാട്ടോ, ഹരിയെ ഒന്ന് കാണണം. അമ്മ, നേരം സന്ധ്യയാകുന്നു. ഞാൻ ക്ഷേത്രത്തിലൊന്ന് പോയിട്ട് വരട്ടെ. എന്താ മോളെ പെട്ടെന്ന്? ഈ സന്തോഷം ഇന്നും നിലനിൽക്കണേ എന്നൊന്ന് പ്രാർത്ഥിക്കാനാ. അവളുടെ കണ്ണ് നിറഞ്ഞു. മോള് ചെല്ല്, അമ്മ വിളക്ക് കൊളുത്തിക്കോളാം. അവൾ തലയാട്ടി. അവൾ വേഗം തയ്യാറായി ക്ഷേത്രത്തിലേക്ക് നടന്നു. അവളുടെ വീട്ടിൽ നിന്നും ഏറിയാൽ അരമണിക്കൂർ, അത്രേ ഉള്ളൂ ക്ഷേത്രത്തിലെത്താൻ. അവൾ ക്ഷേത്രത്തിലേക്ക് കയറി. ശ്രീകോവിലിന്റെ നടക്കൽ തന്നെ കണ്ണടച്ച് കൈകൂപ്പി നിൽക്കുന്ന ഹരിയെ കണ്ടതും പാറുവിന്റെ നെഞ്ചിൽ ഭാരം അനുഭവപ്പെട്ടു. അവളുടെ ശ്വാസഗതി വേഗത്തിലായി. ഇതുവരെ ഹരിയേട്ടനെ കാണുമ്പോ ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നവൾ അത്ഭുതത്തോടെ ഓർത്തു. തന്നിലെ മാറ്റം അവൾ തിരിച്ചറിഞ്ഞു. അവൾ വിറയ്ക്കുന്ന കാലുകൾ അവൻ അരികിലേക്ക് ചലിപ്പിച്ചു. അവന്റെ അടുത്ത് നിന്ന് ശ്രീകോവിലിനുള്ളിലേക്ക് നോക്കി. പുഞ്ചിരി തൂകി നിൽക്കുന്ന കള്ളക്കണ്ണൻ. അവൾ ആദ്യമായി നിറഞ്ഞ സന്തോഷത്തോടെ കണ്ണുകൾ പൂട്ടി കൈകൾ കൂപ്പി. എൻ്റെ ഭഗവാനെ, എല്ലാം കൊണ്ടും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റം ഇനി എന്നും സന്തോഷം നൽകുന്നതായിരിക്കണേ. ഇനിയും കരയാൻ കണ്ണീരില്ല ഭഗവാനെ. ഞങ്ങളെ കാത്തു രക്ഷിക്കണേ. ആ സമയം ഹരിയുടെ മനസ്സിൽ പാർവതിയുടെ മുഖം മാത്രമായിരുന്നു. എൻ്റെ കൃഷ്ണ, ഇന്ന് വരെ ജീവിതത്തിൽ ഒന്ന് മാത്രമേ മോഹിച്ചിട്ടുള്ളൂ ഞാൻ, എൻ്റെ പാർവതിയെ. ഉറ്റ സുഹൃത്തിൻ്റെ സഹോദരിയാണ്. തെറ്റാണോ ശരിയാണോ എന്നൊന്നും അറിയില്ല. എന്നിൽ നിന്നും അവളെ വേർപെടുത്തല്ലേ കണ്ണ. എൻ്റെ ഉള്ളം നിറയെ അവൾ മാത്രമാണെന്ന് നിനക്കല്ലാതെ മറ്റാർക്കാ അറിയുക? എന്നെ തീരാ വേദനയിൽ ആഴ്ത്തല്ലേ കണ്ണ. മനമുരുകി പ്രാർത്ഥിച്ച അവൻ കണ്ണു തുറന്നു. കണ്ണനെ കാണാൻ കൊതിയോടെ നോക്കി അവൻ കണ്ടത് കണ്ണിന് മുന്നിലൂടെ നീളുന്ന ചുവന്ന കുപ്പിവള അണിഞ്ഞ വെളുത്ത കൈത്തണ്ടയാണ്. അറിയാതെ തന്നെ അവന്റെ കണ്ണുകൾ ആ കൈക്കുടമയെ തേടിച്ചെന്നു. പാർവതി. അവന്റെ ചുണ്ടുകൾ വിടർന്നു. പ്രസാദം വാങ്ങി അവൾ നിറഞ്ഞ പുഞ്ചിരി അവന് നൽകി. കണ്ണിൽ നിറഞ്ഞ തിളക്കത്തോടെ അവൻ കള്ളക്കണ്ണനെ നോക്കി. തന്നെ നോക്കി കള്ളച്ചിരി തൂകുന്ന കള്ളക്കണ്ണൻ. അവന് വിശ്വസിക്കാൻ തന്നെ പ്രയാസം തോന്നി. തൊഴുതു കഴിഞ്ഞോ ഹരിയേട്ടാ? പാർവതി അവനെ നോക്കി. അവൻ തലകുലുക്കി. എന്നാ എന്നെ വീട്ടിലേക്ക് വിടാവോ? അവൻ അപ്പോഴും തലയാട്ടുക മാത്രം ചെയ്തു. ഈ ഹരിയേട്ടന് എന്താ പറ്റിയത്? അവൾ ഓർത്തു. എന്നാ പ്രദക്ഷിണം വച്ചാലോ? അറിയാതെ അവൾ ചോദിച്ചു. അവന്റെ ഹൃദയം ഒന്ന് തുടിച്ചു. അവൻ വേഗം കണ്ണനെ നോക്കി. അവിടെ അതേ കള്ളച്ചിരി തന്നെ. അവൾ നടന്നു തുടങ്ങിയതും ഹരി ചുറ്റും കണ്ണോടിച്ചു. നിന്റെ മായൊന്നും അല്ലല്ലോ കണ്ണ, വെറുതെ മോഹിപ്പിച്ചിട്ട് അവസാനം. അവൻ ഉള്ളിൽ പറഞ്ഞതും മണിനാദം മുഴങ്ങി. ഹരി ഞെട്ടി. ഒരു വികൃതി പയ്യൻ മണി കെട്ടിയ ചരടിന്മേൽ പിടിച്ചു തൂങ്ങുന്നു. ഹരി അറിയാതെ ചിരിച്ചുപോയി. എന്റെ കണ്ണ, അടങ്ങി നിൽക്കുന്നുണ്ടോ നീ?
ഒരു മുത്തശ്ശി ശാസനയോടെ പറയുന്നു. ഹരി വീണ്ടും കള്ളക്കണ്ണനെ നോക്കി. ഹരിയേട്ടാ, പാർവതിയുടെ ശബ്ദം. ഹരി നിറഞ്ഞ മനസ്സോടെ കണ്ണനെ ഒന്നുകൂടി നോക്കി അവളുടെ പിന്നാലെ നടന്നു. അവളോടൊപ്പം പ്രദക്ഷിണം വയ്ക്കുമ്പോൾ സന്തോഷമാണോ സങ്കടമാണോ കാരണമെന്നറിയാതെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി. ഒരുപാട് ആഗ്രഹിച്ച നിമിഷങ്ങളിലൊന്ന് ഇന്നിതാ സഫലമായിരിക്കുന്നു. ഇനിയൊരാഗ്രഹം ബാക്കിയുള്ളത് അവൾ തനിക്ക് ചന്ദനം ചാർത്തി തരുന്നതാണ്. കണ്ണാ, അതിന് വല്ല വഴിയുണ്ടോ? ഉള്ളുകൊണ്ട് അവൻ ചോദിച്ചു. പ്രദക്ഷിണം കഴിഞ്ഞ് അവർ ശ്രീകോവിലിന് മുന്നിലെത്തി. ഹരിയേട്ടൻ പ്രസാദം വാങ്ങിയില്ലേ? ഇല്ല, വാങ്ങണം. ഇനിയിപ്പോ വാങ്ങണ്ട, എൻ്റെ അടുത്തുണ്ടല്ലോ. വെറുതെ വാങ്ങി പാഴാക്കണ്ട. ഇങ്ങോട്ട് നോക്കിയേ. നടുവിരലിൽ ചന്ദനം തൊട്ടുകൊണ്ട് അവൾ പറഞ്ഞതും അവൻ്റെ ഹൃദയം മിടിക്കാൻ മറന്നുപോയി. അവൻ്റെ തിരുനെറ്റിയിൽ അവളുടെ തണുത്ത വിരൽ സ്പർശിച്ചതും അവൻ്റെ കണ്ണുകൾ മാടി അടഞ്ഞുപോയി. കണ്ണാ, അവൻ്റെ ഹൃദയം തേങ്ങി. ഇപ്പോ ഈ നിമിഷം ഞാൻ വിശ്വസിക്കുന്നു, ഇവൾ എനിക്കുള്ളത് തന്നെയാണെന്ന് കാട്ടിത്തന്നതല്ലേ നീ? എൻ്റെ ഹൃദയത്തിൻ്റെ പിടപ്പ് നീക്കി തന്നതല്ലേ നീ? മതി, ഇത് മാത്രം മതി ഈ ഹരിക്ക്. ഇനി ഈ ജീവിതത്തിൽ നിന്നും ഇനി ഒന്നും തന്നെ ആവശ്യപ്പെടില്ല ഈ ഹരി. അവൻ കണ്ണുകൾ തുറന്നു പാർവതിയുടെ കണ്ണുകളുമായി കൊരുത്തു. ഒരു തരം പിടച്ചിലോടെ അവൾ കണ്ണുകൾ താഴ്ത്തി. ഭഗവാനെ, എനിക്ക് എന്താ സംഭവിക്കുന്നത്? കുറിതൊട്ട് കൊടുക്കാമെന്ന് എനിക്ക് എന്തേ തോന്നിയത്? അവൾ പെട്ടെന്ന് പിന്തിരിഞ്ഞു നടന്നു. ഹരി ഒരു ചിരിയോടെ കണ്ണനെ ഒന്ന് നോക്കി, പിന്നെ അവളുടെ പിന്നാലെ നടന്നു. പുറത്തെത്തിയ പാർവതി അറിയാതെ നിന്നു. ഹരിയുടെ ചലനം പിന്നിലറിഞ്ഞതും വീണ്ടും ഹൃദയം ഉച്ചത്തിൽ മിടിക്കാൻ തുടങ്ങി. ഞാൻ കാറെടുത്തിട്ട് വരാം, ഹരി അവളെ നോക്കി പറഞ്ഞു. ഇവിടെ നിൽക്കുമോ അതോ പാർക്കിങ്ങിലേക്ക് വരുന്നോ? ഞാനും വരാം. അന്ന് ആദ്യമായി ഹരിയോട് സംസാരിക്കുമ്പോൾ അവൾക്ക് വിറയൽ അനുഭവപ്പെട്ടു. അത് കൃത്യമായി ഹരിക്ക് ബോധ്യപ്പെട്ടു. അവൻ്റെ ഉള്ളിൽ ഒരു തിരയിളക്കം. എങ്കി വരൂ. അവനൊപ്പം അവൾ ചലിച്ചു തുടങ്ങി. മിണ്ടാതെ നടക്കുന്ന അവളെ നോക്കി ഹരി. എന്താടോ മിണ്ടാത്തത്? അത് ഞാൻ. പാർവതി, ഇവിടെ നിന്നും പോകും മുന്നേ എനിക്ക് തന്നോടൊരു കാര്യം പറയണമെന്നുണ്ട്. പെട്ടെന്ന് ഹരി പറഞ്ഞു. എന്താ എന്ന ഭാവത്തിൽ അവൾ തലയുയർത്തി നോക്കി. താൻ വാ, ആൽത്തറയിലേക്കിരിക്കാം. ഹരി മുന്നേ നടന്നതും പാർവതിയുടെ ഹൃദയമിടിപ്പ് കൂടി. ഭഗവാനെ, എൻ്റെ മുന്നിൽ ഹരിയേട്ടൻ്റെ മനസ്സ് തുറക്കാൻ പോവാണ്. ഞാൻ എന്താണ് പറയുക? എനിക്ക് ഹരിയേട്ടനെ. അവൾ ആലോചിച്ച് നടന്നു നീങ്ങി. കാലുകൾക്ക് ഭാരമേറിയതുപോലെ. കാലൊന്ന് തെറ്റി അവൾ വീഴാനാഞ്ഞതും ഹരി അവളെ വട്ടം പിടിച്ചു നിർത്തി. തൻ്റെ കയ്യിലായി ചാഞ്ഞു കിടക്കുന്ന പെണ്ണിൻ്റെ പിടയ്ക്കുന്ന മിഴികൾ. ഹരിയുടെ കണ്ണുകൾ അവളുടെ കണ്ണുകളിൽ ആഴ്ന്നിറങ്ങി. നിമിഷങ്ങൾ കടന്നുപോയത് ഇരുവരും അറിഞ്ഞില്ല. ചുറ്റമ്പലത്തിൽ കതിന മുഴങ്ങിയതും ഞെട്ടലോടെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണു. ഒരു നിമിഷം പകച്ചുപോയി ഹരി. പിടച്ചിലോടെ അവൾ അകന്നു മാറുമ്പോൾ ഇരുവർക്കും മുഖത്തേക്ക് നോക്കാൻ ജാള്യത തോന്നി. പോകാ ഹരിയേട്ടാ, അവൾ പറഞ്ഞൊപ്പിച്ചു. പാറു. അന്നാദ്യമായി ഹരിയുടെ നാവിൽ നിന്നും ചെല്ലപ്പേര് കേട്ട് അവൾ അമ്പരന്നു. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഇഷ്ടമെന്ന് പറഞ്ഞ അറിവായ പ്രായത്തിൽ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വച്ച പ്രണയം. നീ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ മുട്ടിട്ട പ്രണയം. എൻ്റെ കൺമുന്നിൽ തന്നെയായിരുന്നു നിന്റെ വളർച്ച. നിന്നോടൊപ്പം വളർന്നത് എനിക്ക് നിന്നോടുള്ള പ്രണയവും കൂടിയായിരുന്നു. പറയാൻ പലപ്പോഴും ശ്രമിച്ചു, പക്ഷെ കഴിഞ്ഞില്ല. തെറ്റാണോ, അർഹതയുണ്ടോ, അങ്ങനെ 100 കാരണങ്ങൾ തടസ്സമായി. വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ നിനക്ക് ശല്യമാകരുതെന്ന് കരുതി നിന്നിൽ നിന്ന് മുഴിഞ്ഞു നടന്നു. പക്ഷെ പാറു, അപ്പോഴും അതിലും 100 ഇരട്ടിയായി ഞാൻ നിന്നെ പ്രണയിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ശ്രീയുമെല്ലാം തിരിച്ചറിഞ്ഞു. എൻ്റെ ഹൃദയം നിനക്ക് മുന്നിൽ തുറന്നില്ലെങ്കിൽ നിന്നെ എനിക്ക് നഷ്ടമാകുമോ എന്നൊരു ആ ഭയത്തിൻ്റെ പുറത്താണ് ഇന്നീ തുറന്നു പറച്ചിൽ.
അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ കണ്ണുകൾ അവളുടെ കണ്ണുകളിൽ തറച്ചു. എൻ്റെ പാതിയാകാൻ നിനക്ക് സമ്മതമാണോ? പാർവതിയുടെ ഹൃദയം നിലച്ചുപോയി. അവളുടെ കണ്ണുകളിൽ പിടപ്പ്, നെഞ്ചിലെ വേലിയേറ്റം, ശബ്ദം പുറത്തേക്ക് വരാത്തൊരവസ്ഥ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി. പാറു, സാരമില്ല, പതിയെ പറഞ്ഞാൽ മതി. വർഷങ്ങളെടുത്തു എൻ്റെ പ്രണയം നിന്റെ മുന്നിൽ തുറന്നു പറയാൻ. അങ്ങനെയുള്ളപ്പോൾ നിന്റെ ഉള്ളു തുറന്നു കാട്ടാൻ ഞാൻ സമയം തരണ്ടേ? അവൻ ചിരിച്ചു. വാ പോകാം, അമ്മയും അച്ഛനും നോക്കിയിരിക്കുകയാവും. അവൻ നടന്നതും മിണ്ടാതെ അവൾ അവനെ പിന്തുടർന്ന് കാറിനരികെ എത്തി. അവൻ അവൾക്ക് കോ ഡ്രൈവിംഗ് സീറ്റ് ഡോർ ഓപ്പൺ ചെയ്തു കൊടുത്തു. അവൾ കയറിയിരുന്നതും ഉള്ളിലെ ഭാരം ഇറക്കിയ സമാധാനത്തോടെ അവൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. യാത്രയിൽ പരസ്പരം ഒന്നും മിണ്ടാതെ അവർ പാർവതിയുടെ വീട്ടുപടിക്കലെത്തി. മുറ്റത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുന്ന ശ്രീയുടെ മുന്നിലേക്കാണ് ഹരി കാർ നിർത്തിയത്. ആഹാ, നീ ക്ഷേത്രത്തിലുണ്ടായിരുന്നോ? ഹരിയുടെ നെറ്റിയിലെ ചന്ദനക്കുറി കണ്ട് ശ്രീ ചിരിയോടെ ചോദിച്ചു. ഞാൻ തൊഴുതു തിരിഞ്ഞപ്പോൾ കണ്ടത് പാറുവിനെയാണ്. ഹരിയുടെ പാറു എന്ന വിളി ശ്രീ ശ്രദ്ധിച്ചു. പാറു ഡോർ തുറന്നിറങ്ങി അകത്തേക്ക് കയറിപ്പോയി. അവൾ ശ്രീയെ ഒന്ന് നോക്കിയത് കൂടിയില്ല. അവൻ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി. ഇരുട്ടിയില്ലേ, ഞാൻ പറഞ്ഞു വീട്ടിലാക്കാന്ന്. ഹരി ശ്രീയെ നോക്കി. അത് നന്നായി, കാലം വല്ലാത്തതാ. നീ വാ, ഞാൻ നല്ല ചൂട് പൊറോട്ടയും ബീഫും വാങ്ങി നമുക്ക് ഒരുമിച്ച് കഴിക്കാം. പിന്നെ കുറച്ച് കാര്യങ്ങൾ നിന്നോടും ഇവരോടും പറയാനും ഉണ്ട്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നീ ഇന്ന് എൻ്റെ ഒപ്പം കൂടിക്കോ. കുറേ ആയില്ലേ നമ്മളൊന്ന് ഒരുമിച്ച് 2 അടിച്ചിട്ട്. 2? ഞാനോ? ഹരി അമ്പരന്നു. ഷെടാ, നീയല്ല ഞാൻ. എനിക്കിന്നൊന്ന് മിനുങ്ങണം. നാളെ മുതൽ എൻ്റെ ജീവിതത്തിൽ നിന്നും മദ്യമെന്ന വിപത്തിനെ എന്നേക്കുമായി ഒഴിവാക്കുകയാണ്. എന്നാ പിന്നെ അത് നാളത്തേക്കാക്കണോ എൻ്റെ ശ്രീ? ഇന്നേ ആയിക്കൂടെ? പോടാ കോപ്പേ, ഇന്ന് കലാശക്കൊട്ടാ. അതും വേണ്ടെന്ന് വെക്കാൻ പറയല്ലേ. എനിക്കിന്ന് ശരിക്കും ഒന്ന് ആഘോഷിക്കണം. അതിന് എനിക്ക് നീ വേണം കൂടെ. എന്താ ഉണ്ടല്ലോ, എന്താടാ കാര്യം? അതൊക്കെയുണ്ട്, നീ വാ, എല്ലാവരോടുമായി ഒന്നിച്ചങ്ങ് പറയാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത ഏറ്റവും നല്ല തീരുമാനം തന്നെ ഇതാകും എന്നാ എൻ്റെ വിശ്വാസം. ശ്രീയുടെ വാക്കുകൾ ഹരിയെ വല്ലാത്തൊരു ഭീതിയിലാഴ്ത്തി. ശ്രീ ഹരിയുടെ തോളിൽ കൈയിട്ട് അകത്തേക്ക് നടന്നു. വീൽ ചെയറിലിരുത്തി അച്ഛനെ ഹാളിലേക്ക് കൊണ്ടുവന്നു. ദേവകിയമ്മ കാര്യം അറിയാതെ മിഴിച്ചു നിന്നു. മോളെ, ശ്രീയുടെ വിളികേട്ട പാറു ഹാളിലേക്കെത്തി. അവൾ ആരുടെയും മുഖത്ത് നോക്കാതെ ഡ്രസ്സിൽ വിരൽ ചുറ്റി നിന്നു. അമ്മേ, അച്ഛാ, ഞാൻ ആദ്യമായി ഒരു തീരുമാനമെടുത്തു. ആരും എതിര് പറയരുത്. ഇല്ലട മോനെ, നീ എന്ത് തീരുമാനം എടുത്താലും ഞങ്ങൾ ഒപ്പമുണ്ടാകും. അല്ലേ ഹരിമോനെ? മനോഹരൻ ചോദിച്ചു. അവൻ തലയാട്ടി. നീ കാര്യം പറഞ്ഞോ മോനെ? ദേവകി പ്രോത്സാഹനം കൊടുത്തു. മോളെ, ഇങ്ങ് വന്നേ. ശ്രീ പാറുവിനെ നോക്കി. അവളൊന്നും മനസ്സിലാകാതെ ശ്രീയുടെ അടുത്തേക്ക് നടന്നു. ഹരിയുടെ നെഞ്ചിൽ അകാരണമായ ഭീതി നിറഞ്ഞു. അടുത്ത് വന്ന പാറുവിനെ ശ്രീ ചേർത്ത് പിടിച്ചു. അച്ഛാ, അമ്മേ, ഞാൻ എൻ്റെ മോളുടെ വിവാഹം ഉറപ്പിച്ചു. പ്രതീക്ഷയോടെ ചുറ്റും നിന്നവർ ഞെട്ടിപ്പോയി. ഭൂമി പിളർന്ന് താഴേക്ക് പോയെങ്കിലെന്ന് ഹരി ഒരു നിമിഷം ആഗ്രഹിച്ചു പോയി. അതെ ഫ്രണ്ട്സ്, ഇവിടെ എൻ്റെ സ്റ്റോറി കേൾക്കുന്ന എല്ലാവരും നമ്മുടെ ന്യൂ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ 468 പേരേ ആയുള്ളൂ. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരോടാ പറയുന്നത് കേട്ടോ. ഇന്ന് വൈകുന്നേരം അതിലൊരു സ്റ്റോറി ഇടാൻ എനിക്ക് പ്ലാനുണ്ട്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം കേട്ടോ. ചാനൽ നെയിം സ്റ്റോറീസ് ഓഫ് ദേവതീർത്ഥ. ഓർമ്മയുണ്ടല്ലോ അല്ലേ? ലിങ്ക് നേരത്തെ പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ടേ.